ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു വെള്ളച്ചൂര മുളകിട്ടതിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി എന്തെല്ലാം നമുക്ക് എടുത്തിരിക്കുന്നു നോക്കാം. ഒരു പിടി ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി 4-5 അല്ലി, ഞാനിവിടെ വലിയ വെളുത്തുള്ളിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതും ചെറുതായി അരിഞ്ഞത്, 2 ഇഞ്ച് വലിപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചി, അതും ചെറുതായി നീളത്തിൽ അരിഞ്ഞത്, 4-5 കഷ്ണം പച്ചമുളക്, ഒരു പിടി കറിവേപ്പില. ഇത്രയും ഐറ്റങ്ങൾ റെഡിയാക്കിയതിന് ശേഷം ഒരു മൺചട്ടി എടുത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അല്പം കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ചെറുതായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും ചേർത്ത് അതിനോടൊപ്പം തന്നെ അല്പം ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ മാറി എണ്ണയിൽ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇവ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. നന്നായി ഇളക്കി ചേർത്ത് മസാലയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഞാനിവിടെ തക്കാളി ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നതിന് പകരമായി മിക്സിയുടെ ജാറിൽ അടിച്ച് പേസ്റ്റാക്കിയാണ് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഗ്രേവി നല്ല കുറുകിയ ചാറോട് കൂടി നമുക്ക് കിട്ടും. അതിനുശേഷം ഞാൻ അതിലേക്ക് കുടംപുളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും ചേർത്ത് നന്നായി ചുറ്റിയെടുത്ത ശേഷം നമുക്കാവശ്യമായുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഗ്രേവി എല്ലാം നന്നായി തിളച്ച് വന്നിരിക്കുകയാണ്. അതിലേക്ക് പുളിയൊക്കെ നന്നായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവിയിലേക്ക് ഇട്ടുകൊടുത്ത മീൻ കഷ്ണങ്ങളുടെ നിരപ്പ് വരെ വെള്ളം വെച്ച് നമുക്ക് നന്നായി പറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഗ്രേവിയെല്ലാം വറ്റി മസാലയൊക്കെ നല്ലവണ്ണം പിടിച്ച് ഗ്രേവി കുറുകി വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.